തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയെ വിലയിരുത്തി, പാർട്ടികളെ വിലയിരുത്തി ജനങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തിട്ടുള്ളത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരും. അതാണ് ജനാധിപത്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും നീതിബോധം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ 140 സീറ്റും ജയിച്ചു കളയും എന്ന വാദഗതിയാണ് UDF ഉയർത്തുന്നത്. എന്തായാലും അധികാരത്തിലെത്തും എന്നതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ചർച്ചകൾ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ UDFൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മലപ്പുറം ജില്ല ഞങ്ങൾ തൂത്തുവാരും. കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും. മലബാറിൽ മുസ്ലിം ലീഗ് ചരിത്ര വിജയം നേടും. ഹരിത പതാക നാളെയുടെ പകലിൽ കേരളമാകെ പാറിക്കളിക്കും എന്നൊക്കെയാണ് ലീഗിൻ്റെ അവകാശവാദം. ഹരിത പതാക പാറുകയോ പറക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. എൻ്റെ വിഷയം പക്ഷേ ഹരിത പതാകയാണ്. ആ ഹരിത പതാക കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് ആ ഹരിത പതാക പിടിച്ച് നേരെ തിരിഞ്ഞു നടന്നാൽ സ്വർഗത്തിലെത്തുമെന്ന് പറഞ്ഞത് നിസ്സാരക്കാരനല്ല. പ്രവാചക പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് അണികൾ വിശ്വസിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു മതസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് ഹരിത പതാക സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റായി വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ഹരിത പതാക വിശ്വാസികളെ അർഷിന്റെ തണലിലേക്ക് നയിക്കും. അർഷിന്റെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുസ്ലിം സമുദായത്തെ നയിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നന്മ ചെയ്യുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രത്യേക സൗകര്യമാണ് ദൈവസിംഹാസനമായ അർഷിന്റെ തണൽ എന്നാണ് വിശ്വാസം. ലീഗ് പതാകയേന്തുന്നവർക്ക് ഈ തണൽ ലഭിക്കുമെന്നാണ് സ്വാദിഖ് അലി തങ്ങളുടെ പ്രസംഗം. പക്ഷേ ഈ ഹരിത പതാകയുടെ കൂടെയുള്ള ഹരിത കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹരിത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ യുവജന വനിതാ വിഭാഗത്തിൻ്റെ ആളുകളുടെ പേരാണ്, സംഘടനയുടെ പേരാണ്. അതിൻ്റെ നേതാവായിരുന്നു ഫാത്തിമ തഹ്ലിയ. അറിയാമല്ലോ, ഇപ്പോൾ പേരാമ്പ്രയിൽ മത്സരിക്കുന്ന വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ട മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഈ നാട്ടിൽ വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. കേരളത്തിലെ സകല പത്രങ്ങളിലും ചാനൽ മുറികളിലും അവർ നിറഞ്ഞു നിന്നിരുന്നു. അവർ ലൈംഗിക ആരോപണം ഉന്നയിച്ചു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയല്ല, സ്വന്തം സംഘടനയിലെ MSFന്റെ പ്രസിഡന്റ് PK നവാസ് അടക്കമുള്ളവർക്കെതിരെയാണ് ഗുരുതരമായ ലൈംഗികാരോപണം ഫാത്തിമ തഹ്ലിയും കൂടെയുള്ളവരും നടത്തിയത്. അത് ഈ കേരളം ചാനൽ മുറിയിൽ ഇരുന്ന് കേട്ടതാണ്. ഏറെ വിവാദം കത്തിയാളിയപ്പോൾ PK നവാസ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. വല്ലാതെ അങ്ങ് പറഞ്ഞു പോയാൽ ഞാൻ പലതും വലിച്ച് പുറത്തിടും എന്നാ പറഞ്ഞത്. അപ്പോൾ ഏതായാലും പടച്ച തമ്പുരാൻ കാത്ത് നവാസ് വലിച്ച് പുറത്തിട്ടിട്ടില്ല. അല്ലെങ്കിൽ ഹരിത സരിതയായ കഥ ഈ കേരളം കേൾക്കേണ്ടി വരുമായിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ മുഴച്ചു നിൽക്കുമ്പോൾ പാർട്ടി ഇവർക്കെതിരെ ചില നടപടികളൊക്കെ എടുക്കുകയുണ്ടായി. പലരും വിചാരിച്ചു മുസ്ലിം ലീഗിൽ നിന്ന് ഇത്തരമൊരു ലൈംഗിക ആരോപണവും പ്രത്യാരോപണവും വരുമ്പോൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, ശിക്ഷിക്കുമെന്ന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണ വിധേയനെയും ആരോപണം ഉന്നയിച്ചവരെയും ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കി. PK നവാസിനെ താനൂരിലും ഫാത്തിമ തഹ്ലിയെ പേരാമ്പ്രയിലും. അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗിന്റെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, എന്തായാലും അഖിലേന്ത്യാ നേതാവായ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഉന്നയിച്ച വലിയ ആരോപണങ്ങളുണ്ട്. അതും ഈ കേരളം കേട്ടതാണ്. എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് പ്രഗത്ഭരായ പലരെയും മാറ്റിമറിച്ചുകൊണ്ട് ഈ ഫാത്തിമ തഹ്ലിയക്ക് സീറ്റ് കിട്ടിയത്? അവർ നടപടിക്ക് വിധേയരായവരല്ലേ? അവർ ഈ പാർട്ടിക്കകത്ത് ലൈംഗിക ആരോപണം ഉയർത്തിയവരല്ലേ? ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ ലൈംഗിക ആരോപണമില്ലായിരുന്നു. ഇവർ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിലൂടെയല്ലേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്? ഇവർ തുടർച്ചയായി പാണക്കാട് പോയ കഥകളൊക്കെ മലപ്പുറത്തെ സ്ത്രീകൾ, വനിതാ ലീഗിൻ്റെ ആളുകൾ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പലതും പറയാതെ വരികൾക്കിടയിൽ പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് നൂർബിന റഷീദ് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് ഒരു രാഷ്ട്രീയം ആയുധമാക്കാൻ CPMഉം ഇടതുപക്ഷവും തുനിഞ്ഞിട്ടില്ല. വളരെ മാന്യമായിട്ടാണ് അതിനോടൊക്കെ പ്രതികരിച്ചു പോയിട്ടുള്ളത്. ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിച്ച അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഇപ്പോഴും ലീഗിൽ നിന്ന് പുറത്താക്കപ്പെടാതെ അവിടെ തന്നെ നിൽക്കുന്നു എന്നതിനർത്ഥം മറ്റെന്തെങ്കിലും ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണോ? അതും എനിക്കറിഞ്ഞൂടാ.
ഞാനിപ്പോൾ ഈ കാര്യം എടുത്ത് വരാനുള്ള കാരണം ഹരിതയുടെ പ്രതിനിധിയായി ഉണ്ടായിരുന്ന ഫാത്തിമ തഹ്ലിയെ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയാക്കി. സ്വാഭാവികമായി അവർ അവിടെ വർഗീയമായ ചില കളികളൊക്കെ കളിക്കുകയുണ്ടായി. TP രാമകൃഷ്ണനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. അതെല്ലാം കേരളം ചർച്ച ചെയ്താണ്. അന്ന് ഇവർ ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് ഇടതുപക്ഷം പറഞ്ഞപ്പം, ഇവർ കള്ളപ്രചരണമാണ് നടത്തുന്നതെന്ന് പറഞ്ഞപ്പം അവരെ താങ്ങിയ മുസ്ലിം ലീഗ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മുസ്ലിം ലീഗ് എന്താ പറയുന്നത്? ഇവർ നല്ലയാളാണ്, നല്ല ആളുകളെയാണല്ലോ ലീഗ് സ്ഥാനാർത്ഥിയാക്കുക. നല്ല ധാർമ്മിക ബോധമുള്ള, നല്ല സ്വഭാവ ഗുണമുള്ള ആളുകളെയാണല്ലോ സ്വാഭാവികമായി ഓരോ പാർട്ടിയും സ്ഥാനാർത്ഥിയാക്കുക. ഇപ്പം ഇവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു. 30 വെള്ളിക്കാശിന് പാർട്ടിയെ ഒറ്റിക്കൊടുത്ത പിശാജ്, നികൃഷ്ട മനസ്സുള്ള മനോരോഗി, വിഷച്ചെടി. ഇതൊന്നും നാസിർ കൊളായി പറയുന്നതല്ല, CPMോ ഇടതുപക്ഷമോ പറയുന്നതല്ല. MSFന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് VA വഹാബാണ് പറയുന്നത്. കഴിഞ്ഞില്ല. ഏത് നുണയും സത്യമാക്കാമെന്ന് ചിന്തയുള്ളവളാണ് ഇവൾ. എങ്ങനെയുണ്ട്? ഏത് നുണയും സത്യമുള്ളതാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവളാണ് ഇവൾ. ആ പച്ച നുണകളാണ് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ എന്ന ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഈ ഫാത്തിമ തഹ്ലിയ അവിടെ നടത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്കും പോസ്റ്റ്മോർട്ടത്തിലേക്കും കടക്കുന്നില്ല. പിന്നെയും ഇവളുടെ വിശേഷമുണ്ട്. സ്വന്തം സഹപ്രവർത്തകന്റെ പച്ചമാംസം കുത്തിവലിച്ചവൾ. കഴിഞ്ഞില്ല. അസത്യങ്ങളുടെ ചതിക്കുഴി തീർക്കുന്ന ക്രിമിനൽ. എങ്ങനെ? അസത്യങ്ങളുടെ ചതിക്കുഴി തീർക്കുന്ന ക്രിമിനൽ. പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അസത്യങ്ങളുടെ ചതിക്കുഴി തീർത്തത് ഇതേ ഫാത്തിമ തഹ്ലിയയാണെന്ന് 100 വട്ടം 1000 വട്ടം ഇടതുപക്ഷവും CPMും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഫാത്തിമ തഹ്ലിയെ പിന്താങ്ങിയ ലീഗ് നേതൃത്വത്തിന് എന്ത് പറയാനുണ്ട്? ഈ MSFന്റെ നേതാവ് VA വഹാബ് പറഞ്ഞത് തെറ്റാണോ? തെറ്റാണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? നടപടിയെടുക്കണ്ടേ? ഈ ഫാത്തിമ തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അന്ന് പറയാതെ പലതും പറഞ്ഞുപോയ അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെതിരെ ഇതുവരെ പാർട്ടി നടപടിയെടുത്തോ? ഇല്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വരാനിരിക്കുന്ന കാലം ഉത്തരം നൽകട്ടെ. പക്ഷേ ലീഗ് ഉത്തരം നൽകേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വഭാവ ഗുണവും മഹിമയും ധാർമ്മിക ബോധവും എല്ലാം പറഞ്ഞ് നിങ്ങൾ നിർത്തി ഒരു സ്ഥാനാർത്ഥിയെ, ഹരിത പതാക പിടിച്ച ഹരിതയുടെ ഒരു പെൺകുട്ടിയെ, പാണക്കാട് തങ്ങളടക്കം പ്രകീർത്തിച്ച് പ്രസംഗിച്ച ഒരു പെൺകുട്ടിയെ, അത് കേട്ടിട്ടായിരിക്കുമല്ലോ പലരും വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ വോട്ട് ചെയ്ത് പെട്ടിയിലായി കഴിഞ്ഞപ്പം അവരുടെ യഥാർത്ഥ സ്വഭാവ ഗുണവും കൂടെ നടക്കുന്ന ആളുകൾ, അനുഭവിച്ചറിഞ്ഞ ആളുകൾ പറയുന്നു. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം, നേരത്തെ നൂർബിന റഷീദ് അടക്കം. അപ്പോൾ ഫാത്തിമ തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വം ലീഗ് ആ നാട്ടിലെ ജനങ്ങളോട് നടത്തിയ വഞ്ചനയല്ലേ? തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും ജയിക്കട്ടെ തോൽക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ഒരു ജനപ്രതിനിധിയാക്കേണ്ട ആളായിരുന്നോ ഫാത്തിമ തഹ്ലിയ? തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഫാത്തിമ തഹ്ലിയക്ക് നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കണം എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു.